ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം വള്ളികുന്നത്ത് നടത്തി. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. തീറ്റപ്പുൽ കൃഷി പദ്ധതിയുടെ ധനസഹായ വിതരണം, ക്ഷീരസംഘങ്ങൾക്കുള്ള സഹായ വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം വള്ളികുന്നം ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വള്ളികുന്നം ചൂനാട്ട് സംഘടിപ്പിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്തു. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കേരളത്തിൽ നമുക്ക് ഉത്പാദിപ്പിക്കുവാനും അതെന്ന് അന്യ സംസ്ഥാനത്ത് അന്യ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്ക് മിൽമ മാറും. അവിടെ നെയ്യ് നമ്മളിപ്പോൾ കയറ്റുമതി ചെയ്യുന്നു. നല്ല കോടിക്കണക്കിന് രൂപ അതിലൂടെ വരുമാനം മിൽമയ്ക്ക് കിട്ടുന്നു. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഏറ്റവും അവസാനം ചോക്ലേറ്റ് അമുലിന്റെ മോഡലിൽ, അമുലിന്റെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നല്ല രുചിയുള്ള പാലുകൾ കൊണ്ട് മാത്രം ചെയ്യുന്ന അത്തരത്തിലുള്ള ചോക്ലേറ്റുകൾ ഇന്ന് കേരളത്തിൽ മിൽമയാണ്. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. വള്ളികുന്നം ക്ഷീരസംഘം പ്രസിഡന്റ് മേത്തുണ്ടിൽ ബാബു സ്വാഗതം പറഞ്ഞു. കർഷക ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലങ്ങളിൽ ക്ഷീരകർഷക പദ്ധതിയുടെ കർഷകരെയും പശുവിനെയും കൂടെ അവരുടെ ഒരുവരെയും കൂടി ഇൻഷുറൻസ് ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ അത് തുടർന്ന് പോകാൻ നമുക്ക് കഴിയുന്നില്ല. ഇപ്പൊ കർഷകരെ ഇൻഷുർ ചെയ്യുന്നുണ്ട്, പക്ഷെ കാലികളെ ഇൻഷുർ ചെയ്യാൻ കഴിയുന്നില്ല. ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് കന്നുകാലികളുടെ എണ്ണം കൂടുമ്പോൾ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലെ മികച്ച ആപ്കോസ് ക്ഷീരസംഘത്തെ കൊടിക്കുന്നിൽ സുരേഷ് MP ആദരിച്ചു. ക്ഷീരവികസന വകുപ്പ് തരിശുനില തീറ്റപ്പുൽ കൃഷി പദ്ധതിയുടെ ധനസഹായ വിതരണം TRC MPU ചെയർമാൻ മണി വിശ്വനാഥും, ക്ഷീരസംഘങ്ങൾക്കുള്ള FSSA ധനസഹായ വിതരണം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനിയും, ക്ഷീരസംഗമം ലോഗോ മത്സര വിജയികൾക്കുള്ള ആദരം ശാലിനി ഗോപിനാഥും നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരകർഷകരെ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദീപ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.